السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد മദദ് റിയാദു സാലിഹീൻ ക്ലാസ് ഇരിയത്തെ ആറാമത്തെ ബാബ് തഹരീമുൽ ദുൽമി വൽ അംരി ബിറദ്ദിൽ മളാലിം അക്രമം ഹറാമ് എന്ന് വിവരിക്കുന്ന ബാബ് മാത്രല്ല അക്രമിച്ചെടുത്തത് തിരിച്ചു കൊടുക്കണം എന്നും വിവരിക്കുന്ന ബാബ് എന്തായിട്ടിക്കടി അക്രമം ചൊല്ലത് അത് ഒരു വസ്തുവിടെ അതല്ലാത്ത പ്ലേസിൽ വെക്കുക എന്നുള്ളത്. അതായത് അതിന് വിവരിക്കാൻ കണ്ടെങ്കിൽ ഇപ്പോ ഒരു മനുഷ്യരെ മുഖത്തുക നോക്കി പലക്ക പറയേണ്ടതല്ല പലക്ക പറഞ്ഞില്ലെങ്കിൽ അത് അക്രമായിട്ടിക്കരുത്. ഒരാളെ സ്വത്ത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് അക്രമായിട്ടിക്കരുത്. പിന്നെ ഒരാൾക്ക് അവകാശപ്പെട്ടത് കൊണ്ട് കൈവശപ്പെടുത്തിയെങ്കിൽ അത് അക്രമായിട്ടിക്കരുത്. ഗീബത്ത് ചൊന്നിട്ടുണ്ടെങ്കിൽ അത് അക്രമായിട്ടിക്കരുത്. അപ്പൊ അക്രമം ചൊല്ലത് സ്വത്തില്, സ്വഭാവത്തില്, പലക്കത്തില്, പ്രവൃത്തിയില്, നടത്തത്തില് എല്ലാത്തിലും ഞങ്ങൾ അതിര് വിട്ട് കടന്നെങ്കിൽ അതിനതായത് ഞങ്ങളുടെ പക്കൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അതായിട്ടിക്ക് അക്രമം എന്നുള്ളത്. അപ്പൊ ഈ അക്രമം ഹറാമു എന്നും അക്രമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളെ സ്വത്ത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹലാലില്ലാത്ത ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം എന്ന് കൽപ്പിക്കുന്ന ബാബായിട്ടിക്കുക. അക്രമികൾ ചെന്നെങ്കിൽ ഇപ്പൊ നന്റെ ഒരു ശരീരത്തോ ഒരാൾ ഒരു ദോഷം ചെയ്തെങ്കിൽ അവന്റെ ശരീരത്തോട്ട് കാട്ടുന്ന അക്രമായിട്ടിക്കട്. അപ്പൊ ആ ദോഷം ചെയ്ത നമുക്ക് ലാലിം ചൊല്ല അക്രമിച്ചവൻ, അവന്റെ ശരീരത്തെ അവൻ അക്രമിച്ചവൻ. കാരണം അവന്റെ ശരീരത്തെ അവൻ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടതിക്ക് ബദൽ അവൻ നരകത്തിൽ കൊണ്ടുപോയ അവൻ ളുൽമ ചെയ്ത അവന്റെ ശരീരത്തോട്ട് അവൻ അക്രമം ചെയ്ത എന്നുള്ളത് നോക്കാം. അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ നമുക്ക് നോക്കാം. ഖാലല്ലാഹു തആല മാ ലിൽളാലിമീന മിൻ ഹമീം, അക്രമികൾക്ക് അവിടെ കാക്കിടവണില്ല, അവർക്ക് രക്ഷണ കൊടുക്കിടവണില്ല. വലാ ഷഫീഉ യുതാ, ഷഫാഅത്ത് സ്വീകരിക്കപ്പെട്ട ഒരു ഷഫാഅത്ത് ചെയ്തവനും അവിടെ ഇല്ല. അപ്പൊ ഈ ദോഷം മാലിൽ ളാലിമീൻ അക്രമികൾക്കില്ല. മിൻ ഹമീമിൻ, അവന്റെ കുടുംബക്കാരായി അല്ലെങ്കിൽ അവന് ഏറ്റവും അടുത്ത ആൾമാരായി അവന്റെ സഹായിക്കണമെന്നില്ല, അവനക്ക് ഷഫാത്ത് ചെയ്യണമെന്നില്ല. യുദ്ധ അവന്റെ ഷഫാത്ത് സ്വീകരിക്കപ്പെടും, അങ്ങനെയുള്ള ഒരു ഷഫാത്ത് ചെയ്യണമെന്നും ഇല്ല, അവിടെ രക്ഷിക്കണമെന്നാകും ഇല്ല എന്നുള്ളത് സൂറത്ത് ഗാഫിർ. വഖാല തആല മാലിൽ ളാലിമീന മിൻ നസീർ, സൂറത്തുൽ ഹജ്ജിൽ 71-ാമത്തെ ആയത്ത്. അക്രമികൾക്ക് സഹായിക്കണമെന്നില്ല എന്നുള്ളത്. വഅമ്മൽ അഹാദീസു, ഈ ഇതിൽ വന്നതായ ഹദീസുകൾ ഫമിൻഹാ ഹദീസ് അബീ ദർ റളിയല്ലാഹു അൽ മുതഖദ്ദം, അബൂ ദർ റളിയല്ലാഹുവിനെ തൊട്ട് വന്ന ഒരു ഹദീസ് ഈ ബാബിൽ വിവരിക്കേണ്ടതായിട്ട് ഫി ആഖിരി ബാബിൽ മുജാഹദ ചൊല്ല ബാബുടെ ലാസ്റ്റിൽ വന്ന ഹദീസ് 111-ാമത്തെ നമ്പറുള്ള ഹദീസ്. അത് മുന്നൽ വിവരിച്ചതായിട്ട് അതിപ്പോ രണ്ടാമത് റിപ്പീറ്റ് ആക്കല എന്നുള്ളത്. 203-ാമത്തെ ഹദീസ് വൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലതാ ഇത്തഖു ദുൽമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തഖു ദുൽമ, അക്രമത്തെ അന്യായത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഫൈനൽ ദുൽമ ദുൽമാതുൻ യൗമൽ ഖിയാമ, ഈ അക്രമം ചൊല്ലത് ആഖിറത്തിൽ ഖിയാമത്ത് നാളിലെ ചിമ്മകളായിട്ടിരിക്കുന്നത്. അവിടെ അവന് എന്താക്കേണ്ടി വേണ്ട, അവനക്ക് അവിടെ രക്ഷപ്പെടുകയില്ല, അവനക്ക് അത് ഇരുട്ടുകളായിട്ട് അവന് പണ്ട് ചിമ്മിയായിട്ട് പണ്ട്. വത്തഖു ശുഹ, ശുഹ് ചൊന്നെങ്കിൽ ബഖീൽ കാട്ട്, ബഖീൽ തറ, ലുബ്ധത, അതായത് ഉണക്ക് പിന്നെയും കടുപ്പ ലുബ്ധത ചൊല്ല. അതായത് പിന്നെ ഇനിയും ഒരുപാട് കിട്ടണം, ഉള്ളതൊട്ട് കൊടുക്കണമില്ല, അതായത് പിന്നെയും കൂട്ടി വെക്കണ എന്നുള്ളത്. അതിനെയും സൂക്ഷിച്ചോളണം. ഷുഹ, ഈ കഞ്ചൂസ് അവിടെ എന്നുള്ളത് അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളെ മുന്നുള്ള ആളുമാരെ നശിപ്പിച്ചതും ഈ ഷുഹ് ആയിട്ട്. അതായത് അത്യാഗ്രഹം മുതൽ ഇക്കലോടുകൂടി കൂട്ടിവെക്കലോടുകൂടി പിന്നെയുമുള്ള അത്യാഗ്രഹം അത് ഹമലഹും, അവരത് പ്രേരിപ്പിച്ചു അല അൻസഫഖു ദിമാഅഹും, അങ്ങനെ രക്തത്തെ ഒലിപ്പിക്കുന്നതിന്റെ മേലും. അതായത് ഇങ്ങെന്താക്കിയത് കൊന്നറ് പരസ്പരം എന്തുക്ക് പേനായിട്ട്, സ്വത്തുക്ക് പേനായിട്ട്, സമ്പത്തുക്ക് പേനായിട്ട്, ഈ കഞ്ചൂസ് തറ ഇന്നത് കൊണ്ടായിട്ട് ഷുഹ
വസ്തഹല്ലു മഹാരിമഹും അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലുമാക്കിയത്. മുന്നാലത്തെ ആളുമാർ പരസ്പര കൊന്നർ അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കിയത് എന്ത്? അത് ഈ ഷുഹു എന്നുള്ള ഈ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടായത് കൊണ്ട്. അതായത് ലുബ്ധത, കഞ്ചൂസ്തറ മുതലിക്കലോട് കൂടി പിന്നെയും എന്താക്കടേ അത് ഒരുമിച്ച് കൂട്ടുവാനായിട്ട് ശ്രമിക്കടേ. അപ്പൊ അങ്ങ് കൊന്നറും ചൊന്നെങ്കിൽ ചിലപ്പോ എന്താക്കണത് സ്വത്തുകുബേനായിട്ട് കുടുംബത്തിൽ പെട്ടങ്ങനെ കൊല്ലടേ. അതാ അങ്ങനെ ചോര ഒലിക്കിയതും ചൊന്നത്. അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കിയത്. ചിലപ്പോ എന്താ നിക്കാഹ് ബന്ധം അള്ളാഹ് ഹറാമാക്കിയതിന് ഇങ്ങനെ നിക്കാഹ് ഹലാലാക്കി വെച്ച എന്തെന്തേക്ക് ഓലെ വേറൊരുത്തോ മങ്ങലാക്കി കൊടുത്തതിന് ഓലെ സ്വത്ത് പോവല്ലോ. അപ്പൊ ആ സ്വത്ത് പിടിച്ചെടുക്കുമ്പേന ആ സ്വത്ത് ഒണുകി കിട്ടുകനായിട്ട് ഇപ്പൊ ഓന്റെ ആ പെണ്ണ് കാറുമില്ല, ആ ബാപ്പയില്ല, അലമൂത്തില്ല. അപ്പൊ കുടുംബത്തിൽപ്പെട്ടവൻ മങ്ങലാക്കടെ കൊടുക്കടക്ക് ബദൽ അവലെ മങ്ങല ഓനെ ആയല്ലേ. യഥാർത്ഥത്തിൽ ഓനക്ക് അത് മങ്ങലാവുക തീരാത്ത എനിക്കത്തെ സംബന്ധമുള്ള പെണ്ണ് കണ്ടെങ്കിലും ആയുണ്ടായത് എന്തിനേക്ക് പേനായിട്ട് സ്വത്തുക്ക് പേനായിട്ട്. അതാ ചെന്നത് അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കിയത്. അത് ഈ രീതിയിലും ആവും, വേറെ രീതിയിലും ആവും. അള്ളാഹു താല ഹറാമും ചൊല്ലെതിരെ ഇങ്ങനത്തെ ഹറാമും ചൊല്ലെതിരെ ഇങ്ങനെ ഹലാലാക്കിയിട്ടത്. പരസ്പരം കൊന്നിട്ടത് എന്ത് പേനായിട്ട് സ്വത്തുക്ക് പേനായി. ഈ ഷുഹ് എന്നുള്ള സ്വഭാവം ഉള്ളത് കൊണ്ടായിട്ട് സ്വത്ത് ഇക്കളോട് കൂടി പിന്നെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളൊരു ആഗ്രഹം അതായിട്ട് ഷുഹ് ചൊല്ലത്. 204 റവാഹു മുസ്ലിം 204 ഹദീസ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തുഅദ്ദന്നൽ ഹുഖൂഖു ഹക്കുകളെ വീടുക തന്നെ ചെയ്യും ഇലാ അഹ്ലിഹാ അതിന്റെ അഹ്ലുകാരിലേക്ക് യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഹത്താ ഏതുവരെ യുഖാദു ലിശാത്തിൽ ജൽജാ കൊമ്പില്ലാത്ത ആടിനിക്ക് വേണ്ടി കിസാസ് എടുക്കപ്പെടും മിനശാത്തിൽ കർണ കൊമ്പുള്ള ആടിൽ നിന്ന്. റവാഹു മുസ്ലിം. എന്താ ഈ ചൊന്നതിനർത്ഥം? ഹക്കുകളെ, അതായത് ഓന് പിന്നർത്തടേതായ ഹക്ക് ഓൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവകാശികൾക്ക് കൊടുത്ത് വീട് അതിന് വിടില്ല. അല്ലാഹു തആല എവിടത്തോളം വെച്ചെങ്കിൽ കൊമ്പ് ഇന്ന ആട് കൊമ്പില്ലാത്ത ആടുക ദുനിയാവിൽ കുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ഈ രണ്ട് ആടിനെയും മഹ്ശറിൽ കൊണ്ടുവന്നിട്ട് ഈ കൊമ്പില്ലാത്ത ദുനിയാവിൽ കൊമ്പില്ലാത്ത ആടുക അല്ലാഹു തആല അതിനെ കൊമ്പെടുത്ത് കൊടുത്തിട്ട് ഇതിലതൊക്കെ കുത്തുവാട്ട. എന്തിനാ ഇതെന്തിനേക്ക് അള്ളാഹു താല മഹ്ശറയിൽ ഇപ്പൊ ഈ മൃഗങ്ങളൊക്കെ കൊണ്ട് എല്ലാ മൃഗങ്ങളെ കൊണ്ടുകൊണ്ടില്ലേ കിസാസില്ല പരസ്പരം ആക്രമിച്ചിട്ട് നീക്കണമെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അതിനെ ഹയാത്താക്കി ആ ദുനിയാവിൽ അത് അന്യായ അപ്പറപ്പറാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വീട്ടുക. അപ്പൊ എന്തെങ്കിലും ചൊന്നെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അള്ളന്റെ അങ്ങനെ ആക്കിയ അള്ളരെ സംബന്ധിച്ച് അള്ളാഹ് ആക്കിയതിനെ കുറിച്ച് ആരും ഞങ്ങൾക്ക് കേൾക്കും അധികാരമില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ അധികാരത്തിൽ അവന്റെ ഭൂമിയിൽ അവന്റെ അടിമകളായ ഞങ്ങളൊട്ടുകോ അല്ലെങ്കിൽ അവന്റെ സൃഷ്ടികളൊക്കെ അവന് എന്തേ അങ്ങനെ ആക്കിയെന്ന് കേട്ടെങ്കിൽ അത് കേൾക്കുക അധികാരാറുമില്ലേ, എല്ലാം അവന്റെ തന്നെ. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല എന്താക്കട ഖിയാമത്തിനുള്ള ഹക്കുകളെ വീട്ടാണ്. അപ്പൊ വിടില്ല. അപ്പൊ ഇത് എന്തെന്ന് ചോദിച്ചെങ്കിൽ മനുഷ്യന്മാരായ നിങ്ങൾ ഹക്ക് ബാക്കി വെച്ചിട്ട് മരിച്ചെങ്കിൽ അതിന് വീട്ടാണ്ട് വിടില്ല. അപ്പൊ നീ പിന്നർത്തര സ്വത്ത് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നിന്റെ കൊടുപ്പാട്ടാണ്ട് വിടില്ല. ഖിയാമത്തിനാൾ നീ കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? നീ ആക്കിയ നിസ്കാരം നോമ്പ് എല്ലാം എടുത്തിട്ട് അവനു കൊടുത്തു. ഇനി നിന്റെ നിസ്കാരം നോമ്പ് എന്ത് ഇല്ലെങ്കിൽ അവന്റെ ദോശ എടുത്തിട്ട് ഓണ് കിട്ടു കൊടുത്തു. അപ്പൊ എത്രയായിട്ടിക്കടോ നീ പിന്നോർത്ത് ഹക്ക് കൊടുക്കുള്ളത് അത് പീഡിയാവണം. അത് ദുനിയാവിൽ തന്നെ തീർത്തിട്ട് പോകണം. എന്തെങ്കിലും ചൊന്നെങ്കിൽ ആ നീ ഇവിടെ അത് കൊടുത്ത് തീർത്ത് അത് സമാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ ആഖിറത്തിൽ നിന്റെ അമലുകളെല്ലാം പിന്നോർത്തക്ക് പോകും. അതേ സമയത്ത് നിന്റെ അമലൊന്നും ഇല്ല എന്നാ പിന്നർത്താക്കിയ ദോഷങ്ങളൊക്കെ നീ പൊറുക്കേണ്ടി വരും. നീ അതിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വളരെ ഗൗരവമുള്ള ഒരു ഹദീസായിട്ട് ഹക്ക് ചൊല്ലത് പിന്നോർത്ത സ്വത്ത് അന്യായം ചൊല്ല് സ്വത്ത് ഞങ്ങൾ പിന്നോർത്ത് കൊടുക്കേണ്ടത് അത് കൊടുത്തു വിടണം. അത് ദുനിയാവിൽ തന്നെ അത് തീർക്കണം. അതൊന്നും ബാക്കി വെച്ചിട്ട് മരിക്കുക തീരാ എന്നുള്ളതാണ്. അത് വിടണം. അതൊന്നും ബാക്കി വെക്കുക തീരാ എന്നുള്ളത്. അത് ബാപ്പയുടെ സ്വത്താവട്ടെ അല്ലെങ്കിൽ ഉമ്മയുടെ സ്വത്താവട്ടെ അല്ലെങ്കിൽ ഒരാൾ മരിച്ചെങ്കിൽ അതിന് അനന്തരാവകാശം എടുക്കുന്നതാവട്ടെ ഏത് നിലക്കുള്ളതാവട്ടെ അതിന് ഹക്കുകൾ അങ്ങ് കൊടുത്തു വിടണം. ഞങ്ങളെ പേരിൽ സാധാരണ എന്താക്കിടാറുന്നെങ്കിൽ രജിസ്റ്റർ ആക്കുമ്പോൾ പിന്നൊന്നാക്കിട്ടോ ഇങ്ങനെ പേരിൽ എന്തെങ്കിലും കുത്തന്തര കളിച്ചിട്ട് പേരിലാക്കിയത് കൊണ്ടിട്ട് സ്വത്തൊന്നും നിങ്ങളെ അള്ളാഹുടെ അടുക്കൽ ഹലാലാവില്ല. അള്ളാഹുടെ അടുക്കൽ ഹലാലാവണമെങ്കിൽ ഇസ്ലാം ചെന്ന രീതിയിലാവണം.
അപ്പൊ പിന്നൊരാളെ വഞ്ചനാക്കിയിട്ടോ ഡോങ്കിയാക്കി എടുത്തതോ ഇതുകൊണ്ടൊന്നും കോർട്ടിലോ ദുനിയാവിലോ പോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കോർട്ടിലോ അത് നിന്റെതുകൊണ്ടുള്ള വിധി പറയും. അള്ളാന്റെ അടുക്കല് വിധിയാവണമെങ്കിൽ സമ്പൂർണമായ നിലക്ക് അത് ഹലാലാവണം. അത് ഹലാലാവണമെങ്കിൽ എങ്ങനെ നീ അതൊക്കെ കുറുട്ടു ബുദ്ധി കാട്ടിയിട്ട് നീ അത് എടുത്തരേ നീക്ക് കൊന്നില്ലേ? അപ്പൊ അത് ശരിയല്ല. ആ മാർഗം വിട്ടിട്ട് അത് ശരിയായ രീതി എങ്ങനെ ആ നിലക്ക് അതിന് ഹക്ക് കൊടുക്കുക. അതിക്ക് എത്ര വില വെച്ച ആ വില കൊടുത്തിട്ട് തന്നെ സമ്പൂർണ്ണ നിലക്ക് പൊരുത്തപ്പെടിച്ച് തന്നെടുക്കണം. സ്വത്തുകളെ വിഷയത്തിലായിട്ട് ഇണ്ട് കൂടുതൽ കാണ്ട്, ജാഗയുടെ വിഷയത്തിലായിട്ട് ഇണ്ട് കൂടുതൽ കാണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആക്കി അവിടെ കൂടുതൽ കാണ്ട്, എല്ലായിടത്തും ഉണ്ട് സ്വത്ത് സമ്പാദിക്കുന്നവിടെ ഈ ഹക്കുകളെ നിർവഹിക്കുക എന്നുള്ളത് വളരെയധികം കുറവായി കണ്ടുകൊണ്ടുണ്ട്. അപ്പൊ ഇത് ഖിയാമത്തിനാളിൽ അല്ലാഹു തആല വീടാണ്ട് വിടില്ല. അപ്പൊ നീ നിസ്കരിച്ച നിസ്കാരങ്ങളും പിടിച്ച നോമ്പുകളും എല്ലാത്തിന്റെ അമല് അത് ആർക്കെങ്കിലും ഹക്ക് കൊടുക്കുന്നെങ്കിൽ അങ്ങക്ക് പോയിത്ത് ഇന അത് ഇല്ല തീന്ത് പിന്നെ അങ്ങാക്കിയ തപ്പുകളെ പൊറുക്കേണ്ടി വരും. വളരെ കഷ്ടമായിട്ട് വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് ചിന്തിക്കുന്ന കാര്യമായിട്ട്. അപ്പൊ അക്രമ അന്യായം ചൊല്ലത് സൂക്ഷിക്കണം, ജാഗ്രതാക്കണം. അത് ഏത് നിലക്കാണെങ്കിലും പലക്കത്തിലാവട്ടെ, സ്വത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, എല്ലാ രീതിയിലും ഞങ്ങ നിയമം വിട്ട് കിടക്കണേ. ഞങ്ങളെ അതിർത്തി ഞങ്ങ കഴിഞ്ഞിട്ടുള്ള ആ പ്രവർത്തനം അത് വളരെ സൂക്ഷിക്കേണ്ടതായിട്ട് എന്ന്. അപ്പൊ ബാക്കി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. കാതുകൊടുത്ത എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. ഒരു ഹക്കടപാടും ബാക്കി വെക്കാണ്ട് എല്ലാം അതിലെ അവകാശികൾക്ക് വേണ്ടതുപോലെ വീടമുള്ള മനസ്സും തൗഫീഖും അതിൻ്റെതാ ഹിമ്മത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.